ആരാണ് ഇലക്ട്ര? ഇലക്ട്ര, ഡെയർഡെവിൾ അതുപോലെ തന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിലും ഇലക്ട്ര എന്ന ക്യാരക്ടറിനെ നമ്മൾ കണ്ടു. ഇലക്ട്ര ആരാണെന്നും ഇലക്ട്രയുടെ ഒറിജിനും പവേഴ്സും ഒക്കെ എന്താണെന്നും അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് ഇലക്ട്രയുടെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് പോകാം. 1981 പുറത്തിറങ്ങിയ ഡെയർഡെവിൾ എന്ന കോമിക്സിന്റെ 168ാമത്തെ ഇഷ്യൂവിലാണ് ഇലക്ട്ര ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ഇലക്ട്ര നാച്ചിയോസ് എന്നാണ് ഇലക്ട്രയുടെ യഥാർത്ഥ പേര്. ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന ഇലക്ട്ര അവിടെ വെച്ച് മാറ്റ് മുർഡോക്ക് എന്ന ഒരു വിദ്യാർത്ഥിയുമായിട്ട് സൗഹൃദത്തിലാകുന്നു. പിന്നീട് അവർ പ്രണയത്തിലാവുകയും അവർ അവരുടെ രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാറ്റ് മുർഡോക്ക് അന്ധനാണ്. തന്റെ അന്ധതയെ പോലും ഒന്നുമല്ലാതാക്കുന്ന സൂപ്പർ ഹ്യൂമൻ സെൻസസ് തനിക്കുണ്ടെന്നും മാറ്റ് മുർഡോക്ക് ഇലക്ട്രയോട് പറയുന്നുണ്ട്. ഇലക്ട്രയുടെ അച്ഛൻ ഒരു ഗ്രീക്ക് അംബാസഡർ ആണ്. അങ്ങനെ ഇരിക്കെ ഇലക്ട്രയുടെ അച്ഛനെ കുറെ ആളുകൾ ചേർന്ന് ഒരു ക്യാമ്പസിൽ ബന്ദിയാക്കുന്നു. ഇലക്ട്രയും മാറ്റ് മുർഡോക്കും ഇലക്ട്രയുടെ അച്ഛനെ ബന്ദിയാക്കിയവരെയെല്ലാം അടിച്ച് നിലംപരിശാക്കി. അച്ഛനെ രക്ഷപ്പെടുത്തിയിട്ട് അവർ അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ഒരു പോലീസുകാരൻ ബന്ദിയാക്കിയവരിൽ ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇലക്ട്രയുടെ അച്ഛനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. തന്റെ അച്ഛന്റെ മരണത്തോടെ ഇലക്ട്ര എല്ലാം ഉപേക്ഷിച്ച് ജപ്പാനിലേക്ക് പോകുന്നു. ജപ്പാനിലെത്തിയ ഇലക്ട്ര ദ ചാസ്റ്റ് എന്ന ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ വെച്ച് ഇലക്ട്ര സ്റ്റിക്ക് എന്ന വ്യക്തിയുടെ ഗൈഡൻസിൽ മാർഷൽ ആർട്സിൽ പരിശീലനം നേടി. അതിനുശേഷം ഹാൻഡ് എന്ന ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുകയും അവിടെ നിന്നും ഒരുപാട് പരിശീലനം നേടുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരു അസാസിനായിട്ട് മാറിയ ഇലക്ട്ര ഡെയർഡെവിളിന്റെ വില്ലനായ വിൽസൺ ഫിസ്ക് അഥവാ കിങ് പിന് വേണ്ടിയും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ കിങ് പിന്റെ മറ്റൊരു അസാസിനായ ബുൾസയുടെ കൈയാൽ ഇലക്ട്ര മരണപ്പെടുന്നു. മരണപ്പെട്ട ഇലക്ട്രയുടെ ബോഡി ഹാൻഡ് എന്ന ഓർഗനൈസേഷൻ ഏറ്റെടുക്കുകയും അവർ ഇലക്ട്രയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഓർമ്മയൊന്നുമില്ലാത്ത ഹാൻഡ് എന്ന ഓർഗനൈസേഷന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതും അവരുടെ ആജ്ഞകൾ മാത്രം പാലിക്കുന്ന ഒരു കില്ലിംഗ് മെഷീനായിട്ട് അവർ ഇലക്ട്രയെ മാറ്റിയെടുക്കുന്നു. എന്നാൽ ഡെയർഡെവിളും ദ ചാസ്റ്റ് എന്ന ഓർഗനൈസേഷന്റെ മെമ്പറായ സ്റ്റോണും ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷനെ തടയുകയും ഇലക്ട്രയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. ദ ഹാൻഡ് എന്ന ഓർഗനൈസേഷന്റെ മൈൻഡ് കൺട്രോളിൽ നിന്നും മുക്തയായ ഇലക്ട്ര പിന്നീട് വോൾവറിന് വേണ്ടിയും ഷീൽഡ് എന്ന ഓർഗനൈസേഷന് വേണ്ടിയും വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഡെയർഡെവിൾ പ്രിസണിലാവുന്ന സമയത്ത് ഇലക്ട്ര ഡെയർഡെവിളിന്റെ മാൻഡില് ഏറ്റെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൂപ്പർ പവേഴ്സ് ഒന്നുമില്ലാത്ത ഇലക്ട്രയ്ക്ക് പീക്ക് ഹ്യൂമൻ പൊട്ടൻഷ്യലും. അത് മാത്രമല്ല, ഇലക്ട്ര മാർഷൽ ആർട്ടിസ്റ്റും വെപ്പൺസിൽ എക്സ്പേർട്ടും കൂടിയാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് ഇലക്ട്രയുടെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെ. എനിക്ക് പറ്റുന്നത് പോലെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർവൽ കോമിക്സിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.